ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവ്രി വൺ വെൽക്കം ടു വിനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ നമ്മൾ രണ്ട് കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് മനുവിൻ്റെ എന്താ പറയുക രജിസ്ട്രേഷൻ, രണ്ടാമത്തത് നമുക്ക് ഫ്ലാറ്റ് ഒന്ന് ശരിയായി. അപ്പോൾ 1 BHK ഫ്ലാറ്റ് ശരിയായി, അതിൻ്റെ ചാവിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഫ്ലാറ്റൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷന് പോകണം. മോൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം, ഗ്രോസറി ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് റെഡിയാക്കി വെക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം ഇപ്പോൾ നമുക്ക് നോക്കിയിടത്തോളം നമുക്ക് വാങ്ങിക്കാനുള്ളത് ആകെ അവൻ്റെ ഒരു സ്റ്റഡി ടേബിൾ മാത്രമേ ഉള്ളൂ. അത് ഐക്യയിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ല, ഇതെന്താ സാധനം? ഇതാണ് മാംഗോ സ്റ്റീം. മാംഗോ സ്റ്റീം. ഞാൻ എന്താ വിചാരിച്ചെന്നറിയ, രാവിലെ ഓടിക്കണപ്പോ നീ ഉള്ളി വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കാണ്. ഓ, മറ്റേ ഹംഗറിയിൽ ഉള്ളിക്ക് ഇതാണ് കളർ. ഇതിന്റെ ഈ ഭാഗം കണ്ടപ്പോ ഇതാണ് മാംഗോ സ്റ്റീം. അതായത് മാംഗോ അല്ല, ഇതൊരു തായ് ഫ്രൂട്ടാണ്. അയ്യോ, കഴിക്കാൻ മാംഗോൻ്റെ ഫ്ലേവർ വരും, പക്ഷേ ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഉമാമി ഫ്ലേവർ. ഉമാമി ഫ്ലേവർ എന്താണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സ്പൂൺ Here you go, guys. Oh, thank you. See? Hydration. എവിടെ കിട്ടും ഇങ്ങനെ ഒരു ഭാര്യ? അതാ വീണ്ടും എന്താണ് അതൊന്ന് എടുത്തു വെക്കും. ഇതെന്താണെന്ന് ചോദിക്കില്ലല്ലോ. കാപ്പി. ഏറ്റവും പ്രോബ്ലം ജീവിതത്തിൽ സന്തോഷം കൊണ്ട് കരഞ്ഞൊരു നിമിഷം, ടിയേഴ്സ് ഓഫ് ജോയ് ആസ് വി സീ അവർ സൺ വാക്കിംഗ് ടുവേർഡ്സ് ഹിസ് ഡ്രീം എന്ന് പറയില്ലേ, അവൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവൻ പോകുന്ന കാണുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടുന്ന് നമ്മൾ നേരെ പോയത് അവൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ്. അവർ രജിസ്ട്രേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ കൊടുത്ത പെൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ മുട്ടോ കാലോ എന്തിൻ്റെയോ ഒരു ഇതുപോലെ. ആൻഡ് ഫൈനലി നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം, ആ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ഇരുന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ പാരൻസ് എല്ലാവരും അലൗഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിവിടെ കണ്ടത്, കണ്ണേട്ടൻ ഒരുപാട് ആഗ്രഹമായിരുന്നു കണ്ണേട്ടനും ഒരു ഡോക്ടർ ആവണമെന്ന്. അത് എന്താ പറയുക, മകനിലൂടെ കണ്ട് ആസ്വദിക്കുന്ന ഒരു അച്ഛൻ. ഇത് ഏട്ടനെ പോലെ തന്നെ ഞാനും പഠിച്ച് വലുതാവണം എന്നുള്ള നോക്കി കാണുന്ന ഒരു അനിയൻ. ഇതാണ് ആ വീഡിയോയിൽ ശരിക്കും ഞാൻ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ വിളിച്ചു. അവനവിടെ പോയി, അവൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കഴിഞ്ഞു. അങ്ങനെ മനുവിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ എന്താണ് പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ബിക്കോസ് ഇറ്റ് വാസ് വെരി ലേറ്റ്. അപ്പോൾ ഒന്നും കിട്ടാനില്ല. അതായത് ബേസിക്കലി വെജിറ്റേറിയൻസിനൊക്കെ 0 ആണ് ഇവിടെ. അപ്പോൾ കിട്ടിയത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ്. ഇതാണ് നമസ്തേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രോസറി ഷോപ്പാണ്. നിങ്ങൾ എന്താ പറയുക, ഹംഗേരിയിലാണ് എന്നുണ്ടെങ്കിൽ, ബൂദാപെസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഒരുപാട് ഗ്രോസറി സ്റ്റോറ് അവൈലബിൾ ആണ്. പക്ഷേ നമസ്തേ ഇന്ത്യ പോലുള്ള ആ ഒരു വെറൈറ്റി, അതേമാതിരി ആ സൗത്ത് ഇന്ത്യൻ ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെയും ഞാൻ കണ്ടില്ല. ഞാനും ഇപ്പോൾ വന്നതിന് ശേഷം എത്രയോ സംഭവങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ നമസ്തേ ഇന്ത്യ പോലെ എനിക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിൽ, ഇത്തിരി വൃത്തിയും വെടുപ്പോട് കൂടിയിട്ടുള്ള രീതിയിൽ ഞാൻ കണ്ടില്ല. എല്ലാ സ്ഥലവും എങ്ങനെയാണ് പറയുക, ഒക്കെ കൂടി വാരി വലിച്ചിട്ടിട്ട് നമുക്ക് അതൊന്നും ശരിയാവാത്ത പോലെയായിരുന്നു. സോ ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു നമസ്തേ ഇന്ത്യയെക്കുറിച്ചിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് കടന്നു വന്നത്. എവ്രിതിങ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലാറ്റിലേക്ക് നമ്മൾ മാറുകയാണല്ലോ. മാറുന്ന സമയത്ത് ഇനി നമ്മൾ സരിഗമ തൊട്ട് എല്ലാ സാധനങ്ങളും എനിക്ക് അവന് വേണ്ടിയിട്ട് ഇതാക്കണം. ഞാനും മാക്സിമം ഗ്രോസറി ഷോപ്പുകളിലും നോക്കി. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ആച്ചിയുടെ ബ്രാൻഡ് ആയിക്കോട്ടെ, ഇല്ല അവർ വേറെ ബ്രാൻഡാണെങ്കിലും വളരെ ചിട്ടയോട് കൂടിയിട്ട്
എടുത്തു വെച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ സുർത്തിക്കോലം റൈസ് കിട്ടുന്നുണ്ടായിരുന്നു ഈ ഷോപ്പിൽ. നല്ല നല്ല കോലം റൈസായിരുന്നു, നല്ല വണ്ടർഫുൾ ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ട് അവരുടെ അടുത്ത്, ഇഡ്ഡലി അരി എല്ലാം. ഇനി നമുക്ക് ഒന്നും മിസ് ചെയ്യാനില്ല. ഐ എം വെരി വെരി ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ചു. ബിക്കോസ് പാല് കാച്ചണതിന് മുമ്പ് എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം എന്ന് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർലിക് ചട്നി പൗഡർ ആയിക്കോട്ടെ, എല്ലാം അവന് വേണ്ടത് എങ്ങനെയാണ്. ഞാനിപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടുന്ന് ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ, ട്രാം എടുത്തിട്ട് പോയാൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്കിത് പോയി വാങ്ങിക്കാവുന്നതാണ്. പ്ലസ് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഗ്രോസറീസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും കാശ്മീർ സൂപ്പർ മാർക്കറ്റാണ്. എനിക്കതിൻ്റെ വൃത്തിയും വെടുപ്പൊന്നും ഇഷ്ടമായില്ല, ഒട്ടും ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം. പുട്ടുപൊടി തൊട്ട് ഇടിയാപ്പപ്പൊടി തൊട്ട് എല്ലാം കിട്ടുന്നുണ്ട്. എവ്രിതിങ് ഈസ് അവൈലബിൾ. എനിക്ക് ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ദുബായിൽ നിന്ന് ഇനി കൊണ്ടുവരാൻ എന്തെങ്കിലും വിട്ടുപോയോ, ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അവൻ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റണതല്ലേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ നമസ്തേ ഇന്ത്യയിൽ വന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറിക്കിട്ടിയത്. ഒരു പുളി തൊട്ട് എവ്രിതിങ് ഇസ്, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ അവൈലബിൾ എന്ന് പറയില്ലേ, അതേമാതിരി തന്നെ പച്ചക്കറിയും നമുക്ക് മിസ്സാവുകയില്ല. ദുബായി പോലും നമുക്ക് മിസ്സാവാത്ത സാധനങ്ങൾ എല്ലാം, ചക്ക, അതേമാതിരി തന്നെ ഫ്രോസൺ ആയിട്ടുള്ള കരിവേപ്പില, അതേമാതിരി വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് നമുക്ക് വില ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ ഇവർ നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വില ഇടുമല്ലോ. അപ്പോൾ പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനുവിനെ മാതിരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ 3-4 മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന പോലെ കംപ്ലീറ്റ് ഗ്രോസറി ഒന്നും ഇപ്പോൾ അവന് ആവശ്യം വരില്ല. എന്താ കാര്യം വെച്ചാൽ ഇപ്പം ഞാനിവിടെ ഉണ്ട് അവൻ്റെ കൂടെ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നേരവും കറക്റ്റായിട്ട് ഭക്ഷണം വേണം എന്നുള്ളതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ തീരുന്നതായിരിക്കും. പക്ഷേ അതല്ലാതെ അവനും എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളോ മറ്റേ ബുദാപെസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഷോപ്പ് വന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള ഷോപ്പിനും ഈ ഒരു ഷോപ്പിനുമുള്ള വ്യത്യാസം. എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടമായി, മനസ്സുകൊണ്ട് പറയുകയാണ്. എന്താ വെച്ചാൽ ഞാൻ 2 പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം ഈ പലചരക്ക് സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കാൻ, പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പോയത് പച്ചക്കറി മുഴുവൻ വാങ്ങിക്കാനായിരുന്നു. ബിക്കോസ് ഈ പ്രാവശ്യം നമ്മൾ പലചരക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. അടുത്ത ദിവസം പോയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്, ഗ്രോസറി മറ്റേ വെജിറ്റബിൾസ് വാങ്ങിച്ചത്. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് പോയത്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോഴേക്കും പച്ചക്കറി ഇതുപോലെ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്നത്തെ ഇതിൽ നമ്മൾ പച്ചക്കറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആച്ചി ബ്രാൻഡ് കംപ്ലീറ്റ്, ഞാനിതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓരോന്നും ആച്ചിയുടെ എല്ലാം എടുത്തു. ബിക്കോസ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ പോണ സമയത്ത് ഇതിനൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട് വരുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ കൂടുതലൊന്നും ഞാൻ എടുത്തില്ല, ഒക്കെ ഓരോ പാക്കറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ എല്ലാം കിട്ടുന്നുണ്ട്, എവ്രിതിങ് ഇസ് അവൈലബിൾ. ഇഡ്ലിപ്പൊടി തൊട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം സമാധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ചുക്ക് കാപ്പിയും എടുത്തു ഞാൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ജലദോഷവും മറ്റേ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. പിന്നെ ഇഡ്ഡലി തട്ട് വാങ്ങി, ഫുൾ ഇഡ്ഡലി സെറ്റ് വാങ്ങി, ഞാനൊരു കുക്കറും വാങ്ങി. അതെല്ലാം വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് വണ്ടിയിലേക്ക് എല്ലാം കയറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് പോണത്. നമ്മൾക്ക് 30 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിൽ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈ ഇസ്കോൺ ടെമ്പിളിൻ്റെ അല്ല, നേരത്തെ വേറൊരു അമ്പലം ഉണ്ടായിരുന്നു 6 മിനിറ്റ് ദൂരത്തിലുള്ളത്. അത് ശരിയല്ല, അവർ പറഞ്ഞ പോലെ ഒന്നും അല്ല അത് നടക്കുന്നത്. അവിടെ പോയിട്ട് നമ്മൾ വാതിലിൽ ബെല്ലടിച്ചുകൊണ്ട് നിൽക്കുക എന്നല്ലാണ്ട് ഒരാളും തുറന്നില്ല. പിന്നെയാണ് നമ്മൾ ഇസ്കോൺ ടെമ്പിളിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അങ്ങനെ ഇസ്കോൺ ടെമ്പിളിലേക്ക് നമ്മൾ പോയി. അത് പിന്നെ പറയാനില്ലല്ലോ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്കറിയോ ഈ ഒരു ചെടി ആണ് ഇനി ഓട്ടം സീസണിൽ കംപ്ലീറ്റ് മഞ്ഞ നിറമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നത്.
അങ്ങനെ ഇസ്കോണിൻ്റെ അമ്പലത്തേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത് അവർ കൃഷ്ണ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത്ര ബുദാപെസ്റ്റിൽ. കൃഷ്ണ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഗോശാലയുണ്ട്, അവിടെ യോഗ പ്രാക്ടീസിങ് ഉണ്ട്, അതേമാതിരി പല 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 കാര്യങ്ങളിങ്ങനെ ഏക്കർ കണക്കിനുണ്ട് എന്നാണ് അവിടെ പോയപ്പോൾ അറിയാൻ പറ്റിയത്. കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഭഗവാനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തൊരു രസമാണെന്നറിയോ കാണാൻ. എൻ്റെ ഇൻസ്റ്റാ റീല് കണ്ടവർക്കൊക്കെ അറിയാം, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുള്ളായിരുന്നു. അമ്പലം വാസ് വെരി ബ്യൂട്ടിഫുൾ ആസ് യൂഷ്വൽ. ഇസ്കോൺ ആണ്, എന്തായാലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവരുടെ ഒരു എൻട്രൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഏകദേശം അടയ്ക്കണ ഒരു സമയത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ അവരുടെ കഫറ്റേറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മന്ദിർ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അധികം ആരും ഉണ്ടായിരുന്നില്ല, ഡിവോട്ടീസ് മാത്രം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. വെരി വെരി ബ്യൂട്ടിഫുൾ. നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ ലൈബ്രറിയും എല്ലാം തന്നെ നമുക്ക് അവിടെ കാണിച്ചു തന്നു. പിന്നെ മനസ്സറിഞ്ഞ് ഇന്നൊരു നല്ല കാര്യം നടന്ന ഒരു സംഭവമാണ്. അവൻ്റെ രജിസ്ട്രേഷൻ പ്ലസ് നമുക്ക് ചാവിയും കിട്ടിയ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഭഗവാനെ കണ്ട് ഒരു നന്ദി പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അന്യരാജ്യത്ത് വന്നിട്ട് ഇപ്പം ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സ് വിചാരിച്ച പോലെ തന്നെ എല്ലാം ഈശ്വരാനുഗ്രഹ പ്രകാരം നടന്നുവല്ലോ. ഓരോരുത്തർ കഷ്ടപ്പെടണ കാണുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട്. ഇവിടെ വന്ന് മര്യാദയ്ക്കൊരു ഇതൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി തന്നുവല്ലോ ഈശ്വരൻ എന്നുള്ളൊരു നന്ദി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കളെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഇൻഡിഗോ എക്സ്പ്രസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്തിനാണെന്നറിയോ? ഞാൻ ഡിപ്രഷൻ അടിച്ച് ചാവും ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ. എനിക്ക് ദോശ ഇഡ്ഡലിയും കഴിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ചോറില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതേ തന്നെയാണ് സംഭവിച്ചത്. ഇതുവരെയ്ക്കുമൊക്കെ ഞാൻ പിടിച്ചു നിന്നു. ഇനി പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ലോണം ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ദോശ കഴിക്കുമ്പോൾ കിട്ടണ ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. എന്തൊക്കെയാണ് ആൾക്കാർ കഴിക്കണത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വല്ലതുമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ സമാധാനം. ഞാൻ അങ്ങോട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആ ദോശയും കഴിച്ച് സമാധാനത്തോടു കൂടിയിട്ടുണ്ടായി കേട്ടോ കുട്ടികളെ, സത്യം.